റോണി കെ ബേബി പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്ന കാര്യം ഇത് ധനസ്ഥിതി മോശമായിരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എന്നാണ്. കാരണം അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തുക ഉണ്ടാവില്ല, പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്നാണ്. കണക്ക് സഹിതം അദ്ദേഹം അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ എസ് മോഹൻകുമാർ ഇവിടെ പറഞ്ഞിരുന്നു, ശ്രീമതി മേരി ജോർജ് അവരും അനുകൂലിക്കുന്നില്ല നിർമ്മല സീതാരാമന്റെ ഈ ബജറ്റിനെ. അല്ല, നമ്മുടെ ഒരു സമ്പൂർണ്ണ ബജറ്റിന് വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. നമുക്ക് വിമർശനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നതോടൊപ്പം നമ്മൾ 2013-14 എന്ന് പറയുന്ന വർഷം വരെ അതാണല്ലോ ഇതിൻ്റെ ഒരു അളവുകോലായി എടുക്കുന്നത്. BJPയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനത്തെ സംബന്ധിച്ചാണല്ലോ, അല്ലെങ്കിൽ വികസന കുറവിനെ സംബന്ധിച്ചാണല്ലോ പ്രധാനമായിട്ടും വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്താൻ വേണ്ടി കഴിയുമോ? ഇവിടെ ഒന്നോ രണ്ടോ പാനലിസ്റ്റുകൾ സൂചിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല. ഉദാഹരണത്തിന് കടമെടുപ്പിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് നമ്മുടെ GDPയുടെ 3% നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. കേന്ദ്രം 5% വരെ എടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ കഴിയൂ. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഒരു പൊതു സാമ്പത്തിക സ്ഥിതിയും പൊതു സാമ്പത്തിക വിതരണവുമല്ലേ കേന്ദ്രത്തെ സംബന്ധിച്ച് എടുക്കാൻ വേണ്ടി കഴിയൂ. അങ്ങനെ വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഒരു പോളിസി ഉണ്ടാക്കാൻ കഴിയുമോ? സാമ്പത്തികമായി കടമെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു നടപടികളുടെ കാര്യത്തിലാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ ഏതാണ്ട് 10 ഇരട്ടിയിലധികമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ വലിയ പദ്ധതികൾ ഉണ്ടാകുന്നു. നേരത്തെ ശ്രീ റോണി കെ ബേബി സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി 1.77% മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ കാണാതെ പോകരുതാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ മാറ്റിവെക്കുന്ന വിഷയങ്ങളിൽ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടി 20% മാറ്റിവെച്ചതായിട്ട് കാണുന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ, മോഡിയുടെ കാലഘട്ടത്തിൽ 10 വർഷക്കാലം കൊണ്ട് എടുത്ത കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ളതല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ കാലങ്ങളായി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടങ്ങൾ കൂടി വീട്ടപ്പെടുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ചു കൊണ്ടുവരികയോ ചെയ്യുന്ന ഒരു സംവിധാനം ഇക്കോണമിയിൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ശ്രീ ആദികേശവൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പെർസെൻറ്റേജ് 5 നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് താന്നു എന്ന് പറയുന്ന സമയത്ത് ഈ തരത്തിൽ ഓരോരോ പ്രോസസ്സ് ഇക്കോണമിയിൽ നടക്കുമ്പോഴും അത് പ്രതിഫലിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയും നമ്മൾ കടമെടുത്തതിനെ സംബന്ധിച്ചും. ഇപ്പം നമ്മളുടെ ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് 28% ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഇക്കോണമിയിൽ സ്വാഭാവികമായും നമ്മുടെ ഇക്കോണമിയിലേക്ക് വരുന്ന സംഖ്യ ഇപ്പോൾ ഇൻകം ടാക്സ് ഇനത്തിൽ വരുന്നത് 19%. അതേസമയം തന്നെ യൂണിയൻ എക്സൈസ് എന്ന നിലക്ക് വരുന്നത് 5%. കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് 17% ആണ്. ഈ തരത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇക്കോണമിയിലേക്ക് 1 രൂപ വരുന്നതിൻ്റെയും 1 രൂപ ചിലവാക്കുന്നതിൻ്റെ രീതി മാത്രമല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു മേഖലക്ക് ഇത്ര പെർസെൻറ്റേജേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ചിലവാക്കുന്നത് 6.2 ആണ്. ഓരോ മേഖലയിലും ചിലവാക്കുന്നു. പക്ഷേ ഇവിടെ മോഹൻകുമാർ സൂചിപ്പിച്ച ഒരു കാര്യമായിരുന്നു, ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ആ സമയത്ത് രാജ്യത്തെ ജനങ്ങളെ നോക്കേണ്ടതില്ലേ എന്ന്. അല്ല, അതാ ഞാൻ തുടക്കത്തിൽ എൻ്റെ ആദ്യത്തെ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഇത്ര കോടി രൂപയ്ക്ക് ഇന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളതല്ല. രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡ്സിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും കേപ്പബിൾ ആകുന്ന സമയത്ത് മാത്രമല്ലേ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തെ FDI ഇൻഫ്ലോ 2014-15 45.15 ബില്യൺ ആണ്. അതേസമയം തന്നെ അത് ഈ 21-22 ആയപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് 90 എത്തിയിരിക്കുന്നു, 89-90 എത്തിയിരിക്കുന്നു. FDI ഇൻഫ്ലോ എന്ന് പറയുന്നത് 83.6 ആണ് 2021-22 കാലഘട്ടത്തിലുള്ളത്. ക്യാപിറ്റൽ ഔട്ട്ലേ നേരത്തെ അതാ സൂചിപ്പിച്ചത് 1.88 ലക്ഷം കോടി എന്ന് പറയുന്ന 2013-2014 സ്ഥിതിയിൽ നിന്ന് നമ്മൾ 10.01 ലക്ഷം കോടിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത്
വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നു, സാധാരണക്കാരനുള്ള പദ്ധതികളില്ല എന്നതാണല്ലോ അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വിമർശനം അതാണല്ലോ. എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വലിയ പദ്ധതികൾക്ക് ചെലവാക്കുമ്പോൾ അത് താഴെ തട്ടിലെ സാധാരണക്കാരനടക്കമുള്ള ആളുകളിലേക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്ന തരത്തിൽ ഈ ഇക്കോണമിയിൽ കിടന്നല്ലേ ഈ പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് മാറുന്ന ആരാണ്? മുകളിലേക്കുള്ള ആളുകളാണ്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ BJPയുടെ മാനിഫെസ്റ്റോയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ അവസാന ബജറ്റിലും ഉൾപ്പെടാൻ സാധ്യതയുള്ളവയാണ്. മുൻകാലത്തൊക്കെ അത് കണ്ടിട്ടുള്ളവയാണല്ലോ. അവസാന ബജറ്റിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വരുമ്പോൾ അതിലും ഉൾപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള ഈ ഒരു മാനിഫെസ്റ്റോ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ളതായിപ്പോയി. കാരണം ഇതിലൊന്നുമില്ല, ഈ ബജറ്റിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു മുന്നൊരുക്കം നടത്താൻ, പ്രതിപക്ഷത്തിനും ഒരു മുന്നൊരുക്കം നടത്താൻ ഒരു തടസ്സം ഇതിൽ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു തന്ത്രപരമായ ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ടോ ഈ ബജറ്റിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ?